സുബ്ഹാനല്ലദീ ഒരുവൻ എത്ര പരിശുദ്ധൻ. അസ്റാ ബിഅബ്ദിഹി ലൈല രാത്രിയുടെ അല്പസമയം കൊണ്ട് തന്റെ അടിമയാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാത്രയാണം നടത്തിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എവിടെ നിന്നാ യാത്ര തുടങ്ങുന്നത്? മിനൽ മസ്ജിദിൽ ഹറാം, മക്ക എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാം എന്ന തിരുമുറ്റത്ത് വെച്ച്, ആ പള്ളിയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ യാത്ര തുടങ്ങുകയാണ് മസ്ജിദുൽ അഖ്സയിലേക്ക്. എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ഒരു യാത്ര, ഒരു മുഅ്ജിസത്ത് എന്നോണം അല്ലാഹു നടത്തിയത്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാം കൊണ്ടും അദ്നാനിയായിരുന്ന അബൂ താലിബ് എന്ന് പറയുന്ന നബിയുടെ മൂത്താപ്പ, അവിടുത്തെ ഭാര്യയാകുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, രണ്ടുപേരും താങ്ങും തണലുമായിരുന്നു. ജീവിതത്തിൽ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നേരിടുന്ന സമയത്തും ആ പരീക്ഷണങ്ങളെ പൂമാലയായി സ്വീകരിക്കുവാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാ രൂപത്തിലും സപ്പോർട്ട് ചെയ്തിരുന്ന ഭാര്യയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ശത്രുക്കൾ പരിഷ്കരണം നടത്തി കമ്പോളങ്ങളിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുക്കാതെ ആയപ്പോഴും തന്റെ സമ്പത്ത് മക്ക കണ്ട ഏറ്റവും വലിയ വർദ്ധനയായ പെണ്ണ്, ബിസിനസ്സുകാരിയായ പെണ്ണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, എന്റെ എല്ലാ സമ്പത്തും തങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ചെലവഴിച്ച ഖദീജ ബീവിയും വഫാത്തായ ആ വർഷം, രണ്ടുപേരും വഫാത്തായ വർഷം, അതിന് ഇസ്ലാമിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് പേര് പറയപ്പെടും. ആ സമയത്താണ് വിരഹത്തിന്റെ ദുഃഖഭാരത്താൽ വിഷമത്തോടെ വൈഷമ്യത്തോടെ ഇരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ രാത്രി സമയത്ത് വീടിന്റെ മുകൾ വശത്തു കൂടി ഇറങ്ങി വരികയാണ് മുഖറബുൽ അംലാഖ് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ വ ഇസ്രാഫീൽ, മൂന്ന് മലക്കുകളും ഉമ്മു ഹാനിയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് വിളിച്ചു, യാ ഹബീബി ഖും, നബിയേ എഴുന്നേൽക്കൂ, നബിയേ, വഅൽബിസ് സിയാബക, തങ്ങളുടെ വസ്ത്രമണിയോ നബിയേ, ഒരു യാത്ര പോകാനുണ്ട്, ഒരു അത്ഭുതകരമായ യാത്ര പോകാനുണ്ട്. വസക്കിൻ ഖൽബക, ഈ വിരഹത്തിന്റെ ദുഃഖഭാരത്താൽ വിഷമത്തോടെ കിടന്നുറങ്ങുന്ന തങ്ങളെ മനസ്സിനൊന്ന് സമാധാനം കൊടുക്കൂ, തങ്ങളെ മനസ്സിനെ ഒന്ന് സാന്ത്വനിപ്പിക്കൂ നബിയേ. ഈ രാത്രി ഏത് രാത്രി എന്നറിയുമോ? ഫഇന്ന ഹാദിഹിൽ ലൈല തുനാജി റബ്ബക, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവുമായി തങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന രാത്രിയാണ് നബിയേ. അല്ലാഹുവിനെ കാണാൻ പോവുകയാണ് നബിയേ. അതുകൊണ്ട് എഴുന്നേൽക്കൂ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി അവിടെ മുത്തി നബിയെ കിടത്തുകയാണ്. കിടത്തിയതിന് ശേഷം വലിയൊരു യാത്ര പോകാനുള്ള മുന്നൊരുക്കം നടത്തുന്നു, ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ കീറുകയാണ്, ഒരു സർജറി നടത്തുകയാണ്. ജീവിതത്തിൽ 4 സർജറിക്ക് വിധേയരായ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിൽ ബനൂ സഅദ് ഗോത്രത്തിൽ ഹലീമ ബീവിയുടെ കീഴിലായി ജീവിക്കുമ്പോ അപ്പോഴും ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. 10 വയസ്സുള്ള സമയത്തും ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതാ 40-ാമത്തെ വയസ്സിൽ നബുവത്തിന്റെ ആദ്യ സമയം അല്ലാഹുവിന്റെ റസൂലിന് എപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 52-ാമത്തെ വയസ്സിൽ വലിയൊരു യാത്ര പുറപ്പെടുമ്പോ മുന്നൊരുക്കമെന്നോണം മലക്കുകളെ കാണുവാനുള്ള യാത്രയാണ്. അലമുൽ മലകൂത്തും അലമുൽ ജബറൂത്തും അലമുൻ നാസൂത്തും
അങ്ങനെ റബ്ബിനെ കാണാനുള്ള യാത്രയാണ്. അതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നു. ആ നടത്തിയതിന്റെ ചെറിയൊരു അടയാളം മുത്തുനബിയുടെ നെഞ്ചിൽ വഫാത്ത് വരെ നിന്നിട്ടുണ്ട്. ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അതാ കഅബയുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട വാഹനമാണ്. നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള, കാണാൻ നല്ല സൗരഭ്യവും സൗന്ദര്യവുമുള്ള, രണ്ട് ചിറകുകൾ അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള, മിന്നലിന്റെ വേഗതയിൽ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ആ ബുറാഖ് എന്ന വാഹനത്തെ കൊണ്ടുവന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ കയറൂ, നബിയേ വാഹനം ഇതാണ്, ഈ വാഹനത്തിന്റെ പുറത്താണ് കയറേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ബുറാഖിന്റെ മുകളിൽ കയറുന്നു. യാത്ര തുടങ്ങുകയാണ്. ഹറമിന്റെ മക്കയിലെ ഹറമിന്റെ പുണ്യഭൂമിയെ സാക്ഷി നിർത്തി പറന്നുയരുമ്പോ അതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ഥലം എത്തുന്നു. അവിടെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ഈ സ്ഥലത്ത് ഇറങ്ങണം. ഇൻസിൽ യാ റസൂലല്ലാഹ്, ഇവിടെ ഇറങ്ങി ഫസല്ലി റകഅതൈനി, രണ്ട് റകഅത്ത് നിസ്കരിക്കണം നബിയേ. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. ഈ യാത്രയ്ക്ക് ശേഷമാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. അതിന് മുമ്പേ നിസ്കാരമുണ്ട്. മുൻകാല പ്രവാചകന്മാർക്ക് നിസ്കാരമുണ്ട്. മുത്തുനബിയും നിസ്കാരമുള്ളവരായിരുന്നു. സുന്നത്ത് നിസ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. മുത്തുനബി രണ്ട് റകഅത്ത് നിസ്കരിച്ചു. ചോദിച്ചു, യാ ജിബ്രീൽ, ഈ സ്ഥലമേതാണ് ജിബ്രീൽ? ഇങ്ങനെ നിസ്കരിക്കാൻ മാത്രം പവറുള്ള സ്ഥലമേതാണ്? അപ്പോഴാണ് ജിബ്രീലിന്റെ മറുപടി, നബിയേ ഹാദിഹി ത്വയ്ബ, ഇത് മദീനയാണ് നബിയേ, വഇലൈഹാ മുഹാജറ, അങ്ങ് ഹിജറ വരാനുള്ള നാടാണ് നബിയേ. ആ മദീനത്തെ മണ്ണിൽ രണ്ട് റകഅത്ത് നിസ്കരിച്ചു. യാത്ര തുടരുകയാണ്. വീണ്ടും പറന്നുയരുന്നു. വീണ്ടും ഒരു സ്ഥലത്തെത്തി ഇറങ്ങാൻ പറയുന്നു. അവിടെയും നിസ്കരിക്കാൻ പറഞ്ഞു. ഏതാണ് ജിബ്രീൽ നിസ്കരിച്ച സ്ഥലം? തങ്ങളെ തങ്ങൾക്കറിയില്ലയോ? വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞൊരു പർവ്വതമില്ലയോ നബിയേ? ഏതാ പർവ്വതം? വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ. അല്ലാഹുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംഭാഷണം നടത്തിയ തൂരി സീനാ പർവ്വതമില്ലയോ നബിയേ? ആ പർവ്വതമാ മൂസ നബിയുടെ റിസാലത്തിന്റെ പാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാൻ. യാത്ര തുടരുകയാണ്. മൂന്നാമത്തെ സ്ഥലത്തെത്തുന്നു. ആ സ്ഥലം ഏതാണ്? അവിടെയും നിസ്കരിക്കുന്നു. രണ്ട് റകഅത്ത് നിസ്കരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഏതാണ് സ്ഥലം? അപ്പോഴാണ് പറയുന്നത്, ഹാദിഹി ബൈത്തുൽ ലഹ്ം, ഇത് ബൈത്തുൽ ലഹ്മാൻ. ബൈത്തുൽ ലഹ്ം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വളരെയേറെ ബഹുമാനത്തോടു കൂടി കാണുന്ന പുണ്യഭൂമികയായെന്ന് വിശ്വസിക്കുന്ന സ്ഥലം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മഭൂമി ബത്ലഹേം. ആ ബൈത്തുൽ ലഹ്മാണ് ബത്ലഹേമായി മാറിയത്. ആ ബത്ലഹേമിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് നിസ്കരിക്കാൻ പറയുന്നു. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ജന്മത്തിന് പവിത്രതയുണ്ട്. നബിമാരുടെ ജന്മദിനത്തിന് പവിത്രതയുണ്ട്. ആ ജനിച്ച സ്ഥലങ്ങൾക്കും ബഹുമാനമുണ്ട്. നിസ്കാരം നിർബന്ധമാക്കപ്പെടാത്ത സമയത്തും ഒരു നബിയുടെ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിൽ വെച്ചുകൊണ്ട്
ഞാൻ കൽപ്പിക്കുന്നു. പറന്നുയരുന്നു, തുടരുന്നു യാത്ര. നാലാമത്തെ സ്ഥലമെത്തുകയാണ്. ഏതാണ് സ്ഥലം? മദിയനാണ്. ആ മദിയനിൽ എത്തിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിമിഷാർദ്ധങ്ങൾക്കുള്ളിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇതൊരു മനുഷ്യന് സാധിക്കാത്ത യാത്രയാ. അമാനുഷികമായ ശക്തിയും കഴിവുമുള്ള യാത്രയാണ്. യാത്രയുടെ അല്പസമയം കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്. ഏതാ മദിയനെന്നറിയുമോ? പ്രകൃതിയായ മനുഷ്യനെ തന്റെ കരങ്ങളാൽ അബദ്ധവശാൽ കൊല ചെയ്യപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെട്ടുകൊണ്ട് ഫിർഔനിന്റെ നാട്ടിൽ നിന്ന് ഓടിയിട്ട് അങ്ങ് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്കല്ലേ ഓടിയത്? എന്നിട്ടൊരു മരത്തിന്റെ തണലിൽ വിശ്രമിച്ചില്ലേ? ആ സ്ഥലമാണ് മദിയൻ. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സ്ഥലമാണ്. മൂസ നബി വിശ്രമിച്ച സ്ഥലമാണ്. അവിടെയും നിസ്കരിച്ചു. അങ്ങനെ യാത്ര തുടർന്നു. അപ്പോഴാണ് 5ാമത്തെ സ്ഥലം എത്തുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് കസീബുൽ അഹ്മർ. കസീബുൽ അഹ്മർ എന്റെ വക പറയുന്നതല്ല. ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രചിച്ചു വെച്ച കാര്യമാണ്. ഹദീസിന്റെ പിൻബലങ്ങളാണ്. കസീബുൽ അഹ്മർ എന്ന് പറഞ്ഞ സ്ഥലം ഏതെന്നറിയുമോ? അതൊരു താഴ്വാരമാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഇന്നത്തെ ഇസ്രായേലിന്റെ ജൂത പരിശകൾ പങ്കെടുക്കുന്ന ഫലസ്തീനിന്റെ പിഞ്ചുമക്കളുടെ ശിരസ്സറ്റ കബന്ധങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന ഫലസ്തീനിലെ പുണ്യഭൂമികയായ ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തുള്ള ഒരു താഴ്വാരമുണ്ട്. ആ താഴ്വാരമാണ് കസീബുൽ അഹ്മർ. ആ കസീബുൽ അഹ്മറിലാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. അതിന്റെ ചാരത്താണ് ഖബറുള്ളത്. അവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ഒരു നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുകയാണ്. ആരാണ്? ഈ നബിയെക്കാളും പവറുള്ള പ്രവാചകർ അല്ലാഹു കഴിഞ്ഞാൽ അവന്റെ സൃഷ്ടിചരാചരങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ പവറുള്ള നേതാവ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. അപ്പോഴതാ ഒരു അത്ഭുതം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. എവിടെ? ഖബറിൽ. ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടുവന്ന് ഇന്ന് വരെ ഒരു അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് നിർഗമിച്ചിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്.